കണ്ടോ -4 കാണിക്കണം. നമ്മൾ വലുതാക്കി കാണിച്ചു തരാം. -4. ഹായ് ഗായ്സ്, എല്ലാ മച്ചന്മാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണ്ടിയിലാണ് കേട്ടോ. മണാലിൻ്റെ മുന്നുള്ള മണ്ടി, അതായത് മണാലിൻ്റെ തൊട്ട് മുന്നേ അല്ല, ഇവിടുന്ന് മണാലിക്കൊരു 10-50 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 80 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 100 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഓടി എത്തുമോ അറിയില്ല കേട്ടോ. കാരണം 100 കിലോമീറ്ററൊക്കെ വമ്പൻ ടാസ്ക്കാണ്. കച്ചിങ്ങനെ ഉണ്ടല്ലോ, കച്ചിങ്ങനെ മരവിച്ചിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും കേട്ടോ. ഇപ്പോൾ നമ്മൾ പള്ളിയിലാണല്ലോ കടന്നുറങ്ങിയത്. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കും അറിയാം. ഈ പള്ളിയിലാട്ടോ, പള്ളി ആകെ പൊളിച്ചിട്ടൊക്കെയാണ്. ഒന്നുകൂടി പള്ളി വലുതാക്കി പണിയാണ്. അപ്പോൾ പൊളിച്ചിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇന്നലെ ഇവിടെ ഇരുന്ന് കിടന്നുറങ്ങിയത്. അവിടെ കുറേ പുതപ്പും കാര്യങ്ങളൊക്കെ അവർ ഇഷ്ടം പോലെ തന്നു കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെയാണ്, താഴെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അവിടെ കാണണ്ട, അവിടെ റോഡാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയാണ്ട് നമ്മൾ ഒക്കെ പാക്ക് ചെയ്ത് മണാലിക്ക് വെച്ച് പിടിക്കാം കേട്ടോ. മണാലി വെച്ച് പിടിക്കാൻ കൊടുക്കുന്ന ഒരു 50 ചില്ലാനം കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ കുളുവിൻ്റെ അടുത്താണുള്ളത്. കുളു തുടങ്ങിയാൽ പിന്നെ ഇവിടെ മൊത്തം ബുക്കിംഗ് ഓഫീസാട്ടോ. ബുക്കിംഗ്, അതായത് ഡ്രാഫ്റ്റിങ്, അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, അതിൻ്റെ ഓഫീസുകളാണ് അതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ 799 അറൗണ്ട് ലോഡ് നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നുള്ള ഐഡിയ ഉണ്ടെങ്കിലുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. എല്ലായിടത്തും കാണാൻ ഇഷ്ടം പോലെ നമ്പറുകൾ. ബുക്കിംഗ് ഓഫീസ് 202. ഞാൻ ഗവൺമെൻറ് കൊടുക്കണ എന്തെങ്കിലും നമ്പറാണോ എന്ന ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ മൈനസ് 15 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. ഭയങ്കര തണുപ്പാണ്. വെയിലൊക്കെയാണ്. 11 മണി ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. നമ്മൾ ചായ അടിച്ചാൻ വേണ്ടി കയറിയതാണ്. ചായ അടിച്ചിട്ട് നമുക്ക് മണാലി ലക്ഷ്യമാക്കി പോകണം. ഇന്ന് മണാലി എന്തായാലും എത്താൻ ചാൻസ് ഉണ്ട്. ആകെ 50 ചില്ലാനം കിലോമീറ്റർ ഉള്ളൂ ഇനി ഇവിടുന്ന്. പിന്നെ അവിടെ കുളുവിൽ നമുക്ക് പാരാഗ്ലൈഡിങ് ഒക്കെ വില കുറവിൽ കിട്ടണമെങ്കിൽ നമ്മൾ പറക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല മലേൻ്റെ മുകളിൽ പോയിട്ട് പറക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡ്രാഫ്റ്റിങ് വേണ്ട, വള്ളപ്പരിപാടി വേണ്ട, ഭയങ്കര തണുപ്പാണ്. ചാവും, വെള്ളത്തിൽ കിടന്നാണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് പാരാഗ്ലൈഡിങ് ഒക്കെ നോക്കണം. നമുക്ക് പോകട്ടെ ഏതായാലും ചായ അടിച്ചിട്ട്. ഇപ്പോൾ കുല്ലുലാട്ടോ. കുല്ലു പറഞ്ഞാൽ കുളു മണാലി എന്ന് പറയില്ലല്ലേ നമ്മൾ. ഇവിടെ കുല്ലു എന്നാട്ടോ എല്ലായിടത്തും എഴുതി വെച്ചത്. എങ്ങനെ പറയലെന്ന് നമുക്കറിയില്ല. ഇവിടെ എഴുതി വെച്ചത് കുല്ലു എന്നാണ് എല്ലാ സ്ഥലത്തും. നമ്മൾ കാണിച്ചു തരാം. അതെ, ഐ ലവ് കുല്ലു, ഐ ലവ് കുളു. ഇതൊക്കെ ഇവിടുത്തെ കാഴ്ച അടിപൊളിയല്ലേ. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചത്. അപ്പോൾ ഈ കുളു ഗൂഗിൾ മാപ്പിലും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ഒറ്റയടിക്ക് കാണൊരു ഫോട്ടോ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടുന്ന് വെയിലടിച്ചിട്ട് അത്ര നാക്കില്ല കാണാൻ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് വീടുകളും ഒരുപാട് സംഭവങ്ങൾ. ഇതാ താഴെ ഒരു പുഴ കേട്ടോ. പുഴ പോലത്തെ സംഭവം. വെള്ളം കുറവാണ്. ഇപ്പോൾ ഡ്രാഫ്റ്റിങ്ങിന് ടൈം ആയിട്ടില്ല. ഡ്രാഫ്റ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ താഴെ നിങ്ങൾ ഹോട്ടലിൻ്റെ സെറ്റപ്പാണ്. വമ്പൻ സെറ്റപ്പാട്ടോ. അവിടെയൊക്കെ അങ്ങനെ കത്തിയാണ്. ഇത് ഇവിടെ എന്തോ ബിരിയാണി ചെമ്പ് ഇങ്ങനെ തിളച്ച് മാറിയിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ചെമ്പല്ല, അത് ചൂടുള്ള ഉണ്ടോ. അപ്പോൾ ഇവിടെ കുറേ പഞ്ചാബികളുണ്ട്, പല ജാതി നാട്ടുകാരുണ്ട്, എല്ലാ നാട്ടുകാരുണ്ട് കേട്ടോ. തമിഴ്നാട്ടുകാരൊക്കെ ഉണ്ട്. നമ്മൾ റൈഡേഴ്സ്, പല ജാതി ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഫോട്ടോ എടുത്ത് നമ്മൾ നിർത്തിയപ്പോൾ തന്നെ എല്ലാവരും നിർത്തിയിട്ട് പിന്നെ നമ്മൾക്ക് ഡിമാൻഡില്ലേ. നമ്മൾ വന്നപ്പോൾ തന്നെ ഇവിടെ കാലിയേനി. നമ്മളൊരു ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പിന്നെ ആകെ ഫോട്ടോ എടുക്കാൻ ആൾക്കാർ വന്നു കേട്ടോ. അപ്പോൾ ടീക്കെ ആ डियो। अच्छा डियो क्या പോലെ നമ്മളെ വണ്ടി കണ്ടിട്ട് ആൾക്കാർ തടിച്ചു കൂടിട്ടോ അല്ലെ കാട്ടി കൊടുക്കും. मल्लू एडवेंचर सेलिब्रिटीज ये नाम आ जाए. डिस्टेंस कितना है? किलोमीटर. हाँ अभी 3000 वन साइड.
ഗായ്സ് നമ്മളിവിടെ വണ്ടി നിർത്തി കേട്ടോ, റോഡ് സൈഡിൽ വണ്ടി നിർത്തി. അവിടെ കണ്ടൊരു മല ഫുള്ള് വേസ്റ്റിൻ്റെ മലയായിട്ടാണ് കാണുന്നത്, വേസ്റ്റ് കൂമ്പാരം. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മണാലിക്ക് മുന്നേ ഒരു 10 കിലോമീറ്റർ മുന്നേ നിർത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ആപ്പിൾ തോട്ടത്തിലാണുള്ളത്. പക്ഷേ ആപ്പിൾ സാധനത്തുമ്പോൾ ഒരു ഇലമ്പാടില്ല, 1-2 ഇലക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇത് ആപ്പിളിൻ്റെ തോട്ടമാണ്. ഇവിടെ മണാലി ഇഷ്ടം പോലെ ആപ്പിളിൻ്റെ തോട്ടമുണ്ട്. പക്ഷെ ഒറ്റൊന്നും ഒരു ആപ്പിളിൻ്റെ സാധനമില്ല, കാരണം സീസണല്ല. തണുപ്പ് കാലത്ത് ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞൊരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇതിങ്ങനെ ഇലയൊക്കെ തളിർത്ത് മുട്ടൊക്കെ ഇട്ട് വരുള്ളൂ. സമയമെടുക്കും, നമ്മൾ ടൈം ശരിയല്ല. ഇവിടെ അതേ കരിങ്കല്ലൊക്കെ കിട്ടും കേട്ടോ. നമ്മളെ നാട്ടിലെ മാതിരി തോന്നിയ മാതിരില്ലല്ലോ, ഒരു സൈസൊക്കെ ഉണ്ട്. ഇത് കരിങ്കല്ല് തന്നെയാണല്ലേ, അടിപൊളി കേട്ടോ. ഗായ്സ് നമ്മളങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. തിന്നും കഴിഞ്ഞു കേട്ടോ. പ്ലേറ്റ് കാലിയായി. അപ്പോൾ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഗായ്സ് നമ്മളങ്ങനെ മണാലിയിൽ നിന്ന് അടൽ ടണലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വണ്ടി സ്പീഡായിട്ട് എടുത്താൽ 10 ഇടക്കൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഒരു 5 to 10 അടിയിലാണ് സ്പീഡ്, വണ്ടിൻ്റെ സ്പീഡ്. പിന്നെ പെട്രോളൊക്കെ ഒറ്റയ്ക്ക് തീർന്നു കേട്ടോ, ഒരു ആവശ്യമില്ല. പെട്രോൾ വെറുതെ കത്തി പോവാണ്. ഒരു കുതിര നടന്ന് കയറ്റുന്ന മാതിരിയാണ് ഇപ്പോൾ. നല്ല അടിപൊളി കാഴ്ച കിടങ്ങനെ കാണിച്ചു. ബ്യൂട്ടിഫുൾ. നല്ല നല്ല കാഴ്ചകളും കണ്ടങ്ങനെ അരിച്ചു പോവാം. ഒരു കാറുണ്ടെങ്കിൽ വലിച്ചിങ്ങനെ പോവാ. കടന്ന് അടൽ ടണൽ കഴിഞ്ഞ് റോത്താങ് സ്ഥലത്താണുള്ളത്. ഇവിടെ ഫുള്ള് ഈ വേക്കന മല ഒഴികെ അങ്ങേ തലൊക്കെ നോക്കി നിങ്ങള്, നിലത്തൊക്കെ നോക്കി നിങ്ങള്, അപാര വ്യൂ ആട്ടോ. നമ്മളെ വണ്ടി 10-15 സ്പീഡിൽ വലിച്ച് കയറ്റിട്ട് ഇവിടെ എത്തി. നമ്മളെ മോനെ ആ കാണട്ടെ അടൽ ടണൽ പറയണത്. ആയിക്കൂടെ ഒരു 9 കിലോമീറ്റർ 200 മീറ്ററും കത്തിച്ച് വന്നിട്ടാണ് ഈ സെറ്റപ്പ് കാണട്ടോ. മണാലി ഇല്ല, മണാലിയിൽ നിന്നൊക്കെ കയറി വന്ന് കുറേ വന്നിട്ടോ. അവിടെ നിലത്തൊക്കെ ഐസാട്ടോ. ഐസ് മണാലിയിലും സോളോങ് വാലിക്കൊന്നും ഇപ്പം വണ്ടി വിളിച്ചിട്ട് കാര്യമില്ല. അവിടുന്ന് വണ്ടി വിളിച്ച് പോരണം കേട്ടോ. പോരുന്നോലൊക്കെ ശ്രദ്ധിച്ചോളി. നമുക്ക് ഇനി ഇവിടെ ഒരു റൂം സെറ്റ് ആക്കണം. ഇവിടുന്ന് മണാലിക്ക് പോയാലേ റൂം ശരിക്കും കിട്ടുള്ളൂ. ഇനി ഇന്ന് രാത്രി കടന്നുറങ്ങണം. ഈ സമയം ഇപ്പോൾ 4:30-5 മണി ആവാനായിട്ടോ. ഈ പാലൊക്കെ കണ്ടങ്ങൾ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് റോഡുണ്ട്. അങ്ങോട്ട് എന്തോ സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല, എന്തോ വലിയ പാസ്സൊക്കെ ഉണ്ട്. അത് പോയിട്ട് പ്രത്യേകിച്ചുള്ള കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ കാശ്മീർക്കുള്ള റോഡാട്ടോ. നമ്മൾ ശരിക്കും ആയിക്കൂടെ ഇങ്ങോട്ട് വരേണ്ടതേനി. ഇത് ശ്രീനഗർക്കും ലേക്കൊക്കെയുള്ള വഴിയാണിത്. ശ്രീനഗർ അറിയില്ല നിങ്ങൾക്ക്? നമ്മൾ കാശ്മീർ ശ്രീനഗറൊക്കെ പോയതാണ്. ഓൾറെഡി 500 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ കാശ്മീരിൻ്റെ സ്ഥലങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ ഹിമാചലിൻ്റെ പ്രദേശങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാൽ കാശ്മീർക്കുള്ള സ്ഥലങ്ങളാണ് ഇട്ടത്. അപ്പോൾ ബ്രോ ക്രിയേറ്റ്സ് കണക്ട്സ് റോഡ്, അതായത് ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് സ്ഥലത്ത് ബ്രോ എന്ന് എഴുതിയിട്ടുണ്ടാവും. അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. പട്ടാളക്കാരാണ് ഇവിടെ റോഡ് ഉണ്ടാക്കുന്നത്. പട്ടാളക്കാർ മണൽ കുഴിച്ചുണ്ടാക്കുന്നവരുടെയല്ല, പട്ടാളക്കാരാണ് കോൺട്രാക്റ്റ് ഏൽപ്പിക്കുന്നത്. സെറ്റാക്കി ഉണ്ടാക്കുമല്ലോ കേട്ടോ. പാലൊക്കെ കണ്ടില്ല എന്താ ക്വാളിറ്റി അറിയാം. എന്നുണ്ടാക്കിയ പാല ഈ റോത്താങ് എന്നോ കാലത്ത് ഉണ്ടാക്കിയ കേട്ടോ.
പിന്നെ ലോകത്തിൽ 10,000 അടി ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ലോകത്തിലല്ല, നമ്മൾ 10,000 അടി ഉയരത്തിൽ ഉള്ള ഏറ്റവും വലിയ ടണലാണ് ഈ കാണുന്നത്. ഏറ്റവും ദൂരമുള്ളതും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് നമ്മൾ കാശ്മീർ വഴി പോയപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിനെ കറക്റ്റ് അറിയില്ല, ഇപ്പോഴാണ് മനസ്സിലായത്. അത് 9.9 കിലോമീറ്ററും പിന്നെ എത്ര 9,500-600 എങ്ങാനും മീറ്ററാണ് പിന്നെ അതിൻ്റെ ദൂരം. ഇത് 9.200 ആട്ടോ ഈ ടണലിൻ്റെ ദൂരം. നിങ്ങളിപ്പോൾ ഈ കണ്ട ടണൽ കേട്ടോ. അടിപൊളി പുഴ ഒഴുകുന്നുണ്ട്. പുഴ വെള്ളം കമ്മിയാണല്ലോ, വെള്ളമൊക്കെ ഐസും കട്ടായി നിൽക്കുകയാണ് കേട്ടോ. കട്ട ഐസ്. ആൾക്കാരൊക്കെ വേഗം സ്ഥലം കാലിയാക്കി കൊണ്ട് നിൽക്കട്ടെ, കാരണം ഇപ്പോൾ രാത്രിയാവും, ഇരുട്ടാവാനായി. ഇവിടെ 5 മണി 5:30 ആകുമ്പോഴത്തേന് രാത്രിയായി കോലാണ്. നമുക്കിവിടെ ഇനി റൂം കിട്ടുക അറിയില്ല. കിട്ടുകയാണെങ്കിൽ തന്നെ പൂട്ടത്തെ കൂട്ടൊക്കെ കത്തി കയറാം. 2,000 രൂപയ്ക്ക് തന്നെ കിട്ടുന്ന അംശം കേട്ടോ. ടെൻറ്റ് പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ടെൻറ്റൊക്കെ നേരം വെളുക്കുമ്പോൾ കുന്നുകൂടി ഉണ്ടാവും. എത്താ എൻ്റെ അവിടെ എൻ്റെ പാട് മനുഷ്യണ്ടോ? അങ്ങനെയൊക്കെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ. നമ്മളെ വണ്ടി ഒന്ന് വലിപ്പിച്ച് കൊടുന്നിട്ടോ. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ എവിടെയുള്ള അറിയോ? സിസു, അതായത് മണാലി കഴിഞ്ഞ് പിന്നെ റോത്താങ് കഴിഞ്ഞ് അടൽ ടണലൊക്കെ കഴിഞ്ഞ് സിസു പറഞ്ഞ സ്ഥലത്തായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോം സ്റ്റേയിലാണുള്ളത്. ഹോം സ്റ്റേ 1,500 രൂപ കേട്ടോ. 1,500 രൂപ. ഇപ്പോൾ തൊള്ളേന്നൊക്കെ എപ്പോഴും പുക വരുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടം മഞ്ഞിങ്ങനെ വീണ് കിടക്കുകയാണ് നിലത്ത്. നമ്മളിപ്പോൾ ഒരു ഹോം സ്റ്റേയിലാണുള്ളത്. കണ്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. രാത്രിയിലത്തെ ഫുഡ് നിൽക്കാൻ നൂഡിൽസ് വാങ്ങിക്കൊണ്ടിരും. നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഇതിൽ മേലെ റൂം കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് പോവുകയാണേ. ഇപ്പം പുറം കാണില്ല. ഇതിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ कल 12 बजे में टाइम है. हाँ 12 बजे से पहले 12 बजे तक. ഓക്കെ. टोलो അപ്പോൾ നമ്മളെ ഏട്ടനുണ്ട് കേട്ടോ ഇവിടെ സിസുവിലെ കോമ്പത്താങ്. ഇവരെ പേരെന്താണ്? ഇവരെ പേരെന്താ? आपका नाम? കുശാൽ ചന്ദ്ര പറഞ്ഞ ചേട്ടൻ്റെ അടിപൊളി ഹോം സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വരിക. നമ്മൾ പറഞ്ഞ് ഡിസ്കൗണ്ടൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ. കിട്ടിയാൽ അല്ലേ ഈ ചട്ടി, കിട്ടിയാൽ കൂട്ടി. നോക്കട്ടെ, നമ്മളിപ്പോൾ അഡ്വാൻസ് 1000 കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഗായ്സ്, ഇതാണ്ട് 1,500 കുണുവയുടെ റൂമേ കേട്ടോ. 1,500 റുപ്യ. 1,500 റുപ്യക്കുള്ള വകുപ്പ് എങ്ങനെ അയച്ചതിന് ചുറ്റും മലകളും മഞ്ഞിൽ മൂടപ്പെട്ട മലകളാട്ടോ. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാകും മുന്നേ നമ്മൾ വണ്ടി റൈഡ് ചെയ്ത് വന്നപ്പോൾ. ഒരുപാടുണ്ട് ഇവിടെ കാണാൻ. അപ്പോൾ ഒരു 1,500 റുപ്യ പോട്ടെ എഴുതി നാളെ ഫുള്ള് ഷൂട്ട് ചെയ്യണം എന്നുള്ള നിലക്ക് ഒരു 1,500 റുപ്യ പോട്ടെ എന്ന് എഴുതിട്ടോ. നമ്മൾ ആദ്യം ചോദിച്ച വീട്ടിൽ 1000 റുപ്യ ഉള്ളായിരുന്നു, പെർ ഹെഡ് 500 ഉള്ളായിരുന്നു. പക്ഷേ ആ ഏരിയയുള്ള അങ്ങാടി മൊത്തമുള്ള എല്ലാ ഹോം സ്റ്റേ, ഇവിടെ കുറേ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. അതായത് അവരെ വീട് കുറേ റൂമുണ്ടാവും, വലിയ വലിയ വീട് അവർ പണിയാണ്. ആ റൂമിലൊക്കെ നമുക്ക് കിടന്നുറങ്ങാൻ പൈസ എത്ര കൊടുക്കണം എന്നുള്ളൂ. 500 റുപ്യക്കായി നമ്മൾ ആദ്യം പറഞ്ഞത്. പിന്നെ അങ്ങനെ പോയി 500 റുപ്യ ഒരാൾക്ക് 500 പറഞ്ഞിരുന്നു അവിടെ. പക്ഷേ ഇവിടെ അങ്ങനെ കയറി വന്നപ്പോൾ 1,500, 5,000 ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5,000, 3,000, 2,000 ഒക്കെ കേട്ടുകയാണ്. അതിൻ്റെ അടിയിൽ ഇപ്പോൾ ഒരു 1,500 റുപ്യ കിട്ടി 2 എണ്ണമാണ് ഉള്ളത്. ഇവിടെ റൂം വമ്പം ക്ഷാമമാണ് കേട്ടോ. സാധാ നാട് പോലെ അല്ല. ഇവിടെ എന്ത് സാധനം കിട്ടണമെങ്കിൽ ഭയങ്കര ഡിമാൻഡാണ്, ഭയങ്കര പൈസയാണ്. ഇപ്പോൾ നമ്മളിന്ന് രാത്രി കുക്ക് ചെയ്യണത് നൂഡിൽസ് ആട്ടോ. ഇന്ന് ഉച്ചക്ക് നൂഡിൽസ് ആയിരുന്നു. ഇത് നമ്മൾ 10 റുപ്യേൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഇത് സ്റ്റൗ ഉണ്ടല്ലോ, അപ്പം അത് കുക്ക് ചെയ്യാം. ഇവിടെ കടലമുട്ടായി കഴിച്ചുകൊണ്ട് കേട്ടോ. ഇവിടുത്തെ കടലമുട്ടായി പൊളി കേട്ടോ. എന്ത് വെറും മസാല മാത്രമേ ഉള്ളൂ, കടലിൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മളെ എന്താണ് കരിമ്പ് പാർന്നിട്ടുള്ള സംഭവം കേട്ടോ. കരിമ്പ് കടലമ്മ കൂടെ പാർന്നിട്ടുള്ള സംഭവമാണ്. നമ്മുടെ നാട്ടിലെ മാതിരിയുള്ള സംഭവമല്ല. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി പിസ്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പിസ്ക മധുരം വെറും ശർക്കര വിറ്റി പാരുന്ന പരിപാടിയാണ്. പക്ഷേ അതിനായിട്ട് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ടാവും. അത് 5 റുപ്യേനാണ് കേട്ടോ. ഇതുണ്ട് അത്യാവശ്യം സെയിമാണ്, സൈസൊക്കെ സെയിമാണ്. പക്ഷേ ടേസ്റ്റ് ഉണ്ട് നല്ല. ഇപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കുക, അടിച്ചു പൊളിച്ച് കിടന്നുറങ്ങുക. പിന്നെ പുറത്ത് ഫയറൊക്കെ എന്തായാലും ക്യാമ്പിങ് ഫയറൊക്കെ ഉണ്ട്, തീ കത്തിച്ച പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അത്ര വലിയ സെറ്റപ്പൊന്നുമില്ല. ഇവിടുത്തെ ഒരു വയസ്സായൊരു ബയ്യും മൂപ്പരെ പെണ്ണുങ്ങളേ ഉള്ളൂ. അപ്പോൾ വലിയ ഒരു സെറ്റപ്പ്, ഒരു ജാളിമാളി പരിപാടിയൊന്നും ഇവിടെ ഇല്ല. പക്ഷേ
അവിടെ വേറെ ടീംസ് ഉണ്ട്, ഒരു 4 ആൾക്കാർ. അവർ തണ്ണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണ്ണി അടിച്ചിൻ്റെ അടി പോയി നമ്മളവിടെ കുത്തിരുന്നാൽ പിന്നെ നമ്മളെ കൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ചാൽ ആകെ സീനാവും. അപ്പോൾ അവർ എണീറ്റിട്ട് നമുക്ക് അവിടെ പോയിട്ട് ചൂടൊക്കെ കായണം കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ നേരെ ഫുഡിലേക്ക്. 4 കട്ട നൂഡിൽസാണ് ഇട്ടേക്കണത്. പിന്നെ മസാല ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 മിനിറ്റ് നൂഡിൽസാണ്. നമ്മൾ മാഗി ആദ്യമായിട്ടാണ് ഇറക്കണം കേട്ടോ. മാഗിയാണ് ഇവിടെ കിട്ടാനുള്ളൂ സിസൂല്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ്? സിസൂല് ചെറിയൊരു അങ്ങാടിയാണ്. അവിടെ ആകെ 2-3 ഹോട്ടലല്ല 2-3 വീടേ ഉള്ളൂ. ഇവിടെയൊക്കെ ഒരു വീട് ഉണ്ടാക്കിയാൽ കഴിച്ചിലായിട്ടോ. ആരെങ്കിലും വീട് വെക്കാൻ പോരാണ് ഇങ്ങോട്ട് വെച്ചോളി. കാലാകാലം തണുക്കേണ്ടി വരും. പക്ഷേ പൈസ ഇങ്ങനെ ഇങ്ങോട്ട് കൊടുന്ന് വരും, ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് വരും. നമ്മളിപ്പോൾ 1500 റുപ്യ ഇവിടെ കൊണ്ടേ കൊടുത്തു കേട്ടോ. ഓല 1500 റുപ്യക്ക് എത്ര കാലം കഞ്ഞച്ച് പിടിച്ചല്ലേ. അങ്ങനെ എത്ര ആൾക്കാരുണ്ടാറ് ഇവിടെ. 2 റൂമ് കാലിയാണ്. ഇവിടെ ഈ ഏരിയ കുറച്ച് ഡൗൺ ആയിട്ട് 1500. നമ്മൾ നേരത്തെ 5000 റുപ്യാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ മൈനസ് എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൈനസ് എത്ര ഡിഗ്രി ആണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഷൂ ഒന്നും ഊരിയിട്ടില്ല കേട്ടോ. റൂമിൽ വന്നിട്ട് ഷൂവും ഗ്ലൗ ഒന്നും ഊരിയിട്ടില്ല. മൊബൈൽ ഉപയോഗിക്കണമെങ്കിൽ കൈ തന്നെ വേണം. അപ്പോൾ കണ്ടോ -4 ആട്ടോ കാണിക്കണം. നമ്മൾ വലുതാക്കി കാണിച്ചു തരാം. -4. രാത്രി 7 ആവും, 8 ആവും, 9 ആവും, 10 ആവും. രാത്രി 2 മണിക്ക് 4 മണിക്ക് 11, 5 മണിക്ക് 14, 7:21 15. എൻ്റെ മോനെ നമ്മുടെ നാട്ടിൽ നേരം വെളുക്കണ ഇവിടെ ഇപ്പം നേരം 7:21 നാളെ നേരം വെളുക്കുക കേട്ടോ. ഇട്ടോ വേണ്ടട്ടോ. പിന്നെ നേരം വെളുത്തിട്ടൊന്നും മൈനസ് മേലെ കിടക്കണത്. 2 മണിക്കാണ് നട്ടുച്ച. ആ നട്ടുച്ച ടൈമാണ്. അപ്പോഴും -1 കേട്ടോ. എങ്ങനെ ജീവിക്കും നമ്മൾ? പാട്ടില്ല, അവിടെ കൊത്തരുന്നാൽ മതി. മുട്ട തണുപ്പാണ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. പിന്നെന്താ വെച്ചാൽ വരള്ളലൊക്കെ വന്നോളി. നല്ല മഞ്ഞുണ്ട് ഇവിടെ. 8-ാം തീയതി 9-ാം തീയതി പെയ്ത മഞ്ഞാണ് ഇപ്പോഴും കാണുന്നത്. ഇന്ന് 18-ാം തീയതി എത്ര അല്ലേ? ഇന്ന് 26-ാം തീയതി ആയി. ഈ മാസം 8-ാം തീയതി 9-ാം തീയതി പെയ്ഞ്ഞ മഞ്ഞാണ് നമ്മൾ നേരത്തെ കാണുന്നത്. ഇജാതി ആകെ എപ്പോഴും റോട്ടും പുറത്തൊക്കെ മഞ്ഞാട്ടോ. അപ്പോൾ ഇഞ്ഞെങ്ങാനൊരു സ്നോഫോൾ ഉണ്ടായ പറയും വേണ്ട. ഇവിടെ ആകെ മുങ്ങാൻ ചാൻസ് ഉണ്ട്. റോഡൊക്കെ ആകെ സീനാവും. നമുക്കതിന് മുമ്പ് ഇറങ്ങണം. നമുക്ക് ലഡാക്ക് പോകാൻ താല്പര്യമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊക്കെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ വന്ന സമയം തെറ്റിപ്പോയി. നമ്മളെ വണ്ടി കൊണ്ട് ലഡാക്കൊക്കെ കയറാൻ പറ്റും. സൈക്കിളും കൊണ്ട് കയറുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ നേരത്തെ സൈക്കിളും പോകില്ല. ഒരു വണ്ടി പോകും, വലിയ ഹിമാലയൻ ബൈക്കൊക്കെ പോകും. കാറൊക്കെ ചിലപ്പം സ്ലിപ്പായി പോരും കേട്ടോ. പിന്നെ ചെങ്ങല ഇടണം, നമ്മൾ ചെയിൻ ഇടണം, ടയർമലൊക്കെ ചെയിൻ ഇടണം, എന്നാലേ കയറി പോവുള്ളൂ. ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ ഇപ്പോഴൊന്നും പോകുന്ന ആൾക്കാരുണ്ടോ അറിയില്ല കേട്ടോ. ഈ ലേലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതെൻ്റെ അത്ഭുതം. ഞാനൊക്കെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തപ്പം ലേലൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. വെറും ടൂറിസ്റ്റ് പ്ലേസ് അല്ല ഇതൊന്നും. ഇവിടെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് ലോക അത്ഭുതം. എങ്ങനെ ജീവിക്കണമെന്ന് ചൈനൻ്റെ അതിർത്തിയുടെ ഒന്നാമത് വമ്പൻ ഡേഞ്ചർ പ്ലേസാണ്. രണ്ടാമത് ഇമാതിരി തണുപ്പിലേക്ക് എങ്ങനെ ജീവിക്കും നിങ്ങളൊന്നേ പറഞ്ഞു തരും കേട്ടോ. ഏതായാലും എന്തായാലും സാധനം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നൂഡിൽസ് കുത്തി മറിച്ച് ആയി കിട്ടില്ല കേട്ടോ. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊക്കെ കഴിക്കാം കേട്ടോ. ഗായ്സ് നമ്മളെ തീറ്റ തുടങ്ങിയിട്ടോ ആണ്ടട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ വല്ലാതെ കൂടുണ്ടെന്നാണ് കുറേ സബ്സ്ക്രൈബേഴ്സ് പറയണത്. നൂഡിൽസ് ഒരു ചെമ്പ് നൂഡിൽസ് ഉണ്ട് ഇവിടെ. അപ്പോൾ സാധാരണ നമ്മൾ 2 പാക്ക് ഉണ്ടാക്കലുള്ളൂ. ഇതുമ്പോൾ സാധാരണ ബ്രെഡ് ഉണ്ടാകാറുണ്ട് കൂടെ. പക്ഷേ ഒന്നും ബ്രെഡില്ല. നൂഡിൽസ് തിളച്ച നൂഡിൽസാണ്. ഹാവി പറക്കണുണ്ടെങ്കിൽ ഇതാണ് തൊള്ളയിൽ വെക്കുമ്പോൾ നോക്കി ഒരു കുഴപ്പമില്ല കേട്ടോ. അമ്മായി തണുപ്പാണ് ഇവിടെ. -4 ഡിഗ്രി. തൊള്ള പൊള്ളണില്ല കേട്ടോ. ഇവിടെയുള്ള ചായക്കടക്കാരൊക്കെ തിളച്ച ചായൻ്റെ പാത്രമൊക്കെ എടുത്താണ് ഫ്ലാസ്കിന് പാരണ കാണണം. അല്ലാത്തൊരു ഇതന്നെ കേട്ടോ. തിളച്ച എണ്ണയിൽ കച്ചൊക്കെ ഇടും. എന്താ അറിയില്ല, ചൂടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. നമ്മുടെ അടുത്തുള്ള മാഗിൻ്റെ കവർ ഇട്ടിട്ടോ. മാഗിൻ്റെ കവർ 4 കവർ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്ലാസ്റ്റിക് നിൽക്കാതെ കത്തുന്നുള്ളൊരു മെച്ചം കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ മണമൊന്നും ഇല്ല. ഒക്കെ കണക്കാണ്. ഭയങ്കര തണുപ്പാട്ടോ. ഭയങ്കര തണുപ്പ്. പറഞ്ഞറിയിക്കാൻ കഴിയൂല. അനുഭവിക്കാനുമാണ്. പിന്നെ ഗായ്സ് ഇത് നല്ല അടിപൊളി വീഡിയോ നാളെ വരുന്നതായിരിക്കും. നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഷേപ്പിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്ന കാണുന്നവരേക്കും നമുക്ക് ബൈ പറയല്ലേ. Goodbye. Goodbye.